ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ ബറോസിന്റെ ഏറ്റവും പുതിയ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രതീക്ഷിച്ചത് എത്രയാണോ ആ ലെവലിലേക്ക് തന്നെ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ബറോസിന്റെ ഉൾപ്പെടെ 5 സിനിമകളുടെ കളക്ഷനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടന്റെ 3D സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബറോസ് ഇപ്പോഴത്തെ 18 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം അത് തന്നെയായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും കാത്തിരിക്കൂ ബറോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ബറോസിന് ശേഷം ഹോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ വർഷത്തിലെ ആദ്യ സിനിമയാണല്ലോ ഐഡന്റിറ്റി. ടൊവിനോ നായകനെത്തിയ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷനും ഇന്നലെ രാത്രി പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. 11 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 16 കോടിയാണ്. സിനിമയും ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഹിന്ദി പതിപ്പും തെലുങ്ക് പതിപ്പും കൂടി റിലീസിനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പ്രകാരം സിനിമ ഒരു വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. ഇന്നലെ മലയാള മനോരമ ദിനപത്രത്തിൽ സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ ആ വിമാനത്തിന്റെ സെറ്റിനും ഫൈറ്റ് രംഗങ്ങൾക്ക് വേണ്ടി മാത്രം 6 കോടി ബഡ്ജറ്റ് വന്നു എന്നാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ് ഐഡന്റിറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 1,50,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ 1,90,00,000 വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ആദ്യ വീക്കെൻഡിൽ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് തുടക്കമാണെങ്കിലും കേരളത്തിൽ ഒരു ഓക്കെ ഡീസന്റ് തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നത്തോടെ 2 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ നേടിയെടുക്കുന്നതാണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത ആഷിഖ് കപൂർ ചിത്രം റൈഫിൾ ക്ലബിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം 25 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 28,25,00,000 രൂപയാണ്. ഈ സിനിമയ്ക്കും പ്രതീക്ഷ ലെവലല്ല ബഡ്ജറ്റ്, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു സമയത്ത് 10 കോടിയിൽ താഴെ ബഡ്ജറ്റ് പ്രതീക്ഷിച്ച സിനിമ ഇപ്പോഴത്തെ 18 കോടി വരെ, അതായത് നമ്മുടെ മലയാളത്തിലെ ഒരു മെഗാ താരത്തിന്റെ സിനിമകളെക്കാൾ ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ അപ്പോൾ തിയേറ്ററുകളിലെ വലിയ വിജയമല്ല എന്ന് പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സംക്രാന്തി റിലീസ് തെലുഗു സിനിമയാണ് ബാലയ്യ നായകനെ എത്തിയ ഡാക്കു മഹാരാജ്. സിനിമയുടെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ പോസിറ്റീവാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 56 കോടി പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അതേസമയം ആദ്യ ദിവസത്തെ ട്രാക്കേഴ്സ് കളക്ഷൻ 40 കോടിയിൽ പരമാണ്. അപ്പോൾ വളരെ മികച്ചൊരു ഓപ്പണിംഗ് സിനിമ തെലുഗു സിനിമ ബാലയ്യ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ തുടർന്നുള്ള കളക്ഷൻ അറിയാനായിട്ട്.